പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ആണ് ബോംബ് സ്ഫോടനം ഉണ്ടായെന്നാണ് സംശയിക്കുന്നത്. അതിൽ പരിക്കേറ്റ ഷെറിൻ മരിച്ചിരിക്കുന്നു. കണ്ണൂർ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഒരാൾ മരിച്ചിരിക്കുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽനാഥ്, ഈ ബോംബ് നിർമ്മാണത്തിനിടെയാണോ ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത്? എന്തൊക്കെയാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അടക്കമുള്ള വിശദാംശങ്ങൾ? അജിംഷാദ്, ഇന്ന് പുലർച്ചെയാണ് പാനൂരിൽ ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നത്. പാനൂരിലെ ഒരു വീടിന്റെ 2ാം നിലയിൽ വെച്ച് ഇവർ ബോംബ് നിർമ്മിക്കുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു സ്ഫോടനം ഉണ്ടായത്. ഇത് 4 പേർക്കായിരുന്നു പരിക്കു പറ്റിയത്. ഈ 4 പേരിൽ ഷെറിൻ, ഒപ്പം തന്നെ വിനീഷ്, ഇവർക്ക് 2 പേർക്കും ഗുരുതരമായ രീതിയിൽ പരിക്കു പറ്റിയിരുന്നു. അതിൽ ഷെറിൻ എന്ന പ്രവർത്തകനാണ് നിലവിൽ മരിച്ചിരിക്കുന്നത്. ഒപ്പം വിനീഷ് എന്ന പ്രവർത്തകന്റെ 2 കൈപ്പത്തികളും അറ്റുപോയ ഒരു സാഹചര്യമായിരുന്നു. വിനീഷ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. സംഭവ സ്ഥലത്ത് നിലവിൽ ഇപ്പോൾ ഡോഗ് സ്ക്വാഡും ഒപ്പം തന്നെ ഫോറൻസിക് വിഭാഗവും ഒക്കെ പരിശോധന നടത്തി വരികയാണ്. ഈ 4 പ്രവർത്തകരും CPM പ്രവർത്തകരാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഒപ്പം തന്നെ വിനീഷ് ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ മകനാണ്. ഷെറിൻ ഈ സംഭവ സ്ഥലത്തെ DYFI CPM പ്രവർത്തകരാണ്. മറ്റ് 2 പേരും CPM പ്രവർത്തകരാണ്. എന്നാൽ ഇവർക്ക് പാർട്ടി അംഗത്വം ഇല്ല എന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. അജിംഷാ, തീർച്ചയായും പാർട്ടി അംഗത്വം ഇല്ലാത്തവരെ നമുക്ക് പാർട്ടിക്കാരെന്ന് പറയാനാകില്ല. എന്തായിരുന്നാലും സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു, ഒരാൾക്കുടെ നില ഗുരുതരമായി തുടരുന്നു. ഇതിൻ്റെ വിവരങ്ങളാണ്, പാനൂർ ബോംബ് സ്ഫോടനത്തിൻ്റെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ നൽകിയത്.